അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ US ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെയും നിക്ഷേപകരെയും സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പുതിയ 2026 ഓഗസ്റ്റ് മാസത്തെ വിസ ബുള്ളറ്റിൻ പുറത്തുവിട്ടു. എന്നാൽ മുൻ മാസങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും ഇന്ത്യൻ അപേക്ഷകർക്ക് ആശ്വാസകരമായ വാർത്തകളൊന്നുമില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്ന മുന്നറിയിപ്പാണ് US നൽകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന EB-1 അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് കാറ്റഗറിയിലെ വിസകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് പൂർണ്ണമായും ലഭ്യമല്ലാത്ത അവസ്ഥ വന്നേക്കാമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനകം തന്നെ EB-2 കാറ്റഗറി ഇന്ത്യക്കാർക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയിലാണ്. എന്താണ് ഓഗസ്റ്റ് മാസത്തെ വിസ ബുള്ളറ്റിൻ നൽകുന്ന പ്രധാന സൂചനകൾ? EB-1, EB-2, EB-3, EB-5 കാറ്റഗറിയിൽ ഇന്ത്യക്കാരുടെ മുൻഗണനാ തീയതികൾ എവിടെ നിൽക്കുന്നു? അപേക്ഷകർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളൊന്ന് വിശദമായി നോക്കുന്നത്. ബഹുരാഷ്ട്ര എക്സിക്യൂട്ടീവുകൾ, പ്രമുഖ ഗവേഷകർ എന്നിവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാറ്റഗറിയാണ് EB-1 വിഭാഗം. ആദ്യം തന്നെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകളിൽ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകാറുള്ള EB-1 കാറ്റഗറിയുടെ അവസ്ഥ തന്നെ നോക്കാം. ഉയർന്ന കഴിവുള്ള ഗവേഷകർ, പ്രൊഫസർമാർ, മൾട്ടിനാഷണൽ കമ്പനികളിലെ മാനേജർമാർ എന്നിവരാണ് ഈ കാറ്റഗറിയിൽ കൂടുതലായി വരുന്നത്. ഇതിൽ ഇന്ത്യയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2022 ഒക്ടോബർ 15 തന്നെ തുടരുന്നു. ഇതിൽ യാതൊരുവിധ മാറ്റവുമില്ല. നിലവിൽ വിസകൾക്കുള്ള അപേക്ഷകളുടെ എണ്ണം പ്രതിവർഷ പരിധിയിലേക്ക് അടുക്കുകയാണ്. അതിനാൽ വരും ആഴ്ചകളിൽ ഇന്ത്യക്കാർക്കുള്ള EB-1 വിസ വിതരണം ഇപ്പോൾ താൽക്കാലികമായി പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ അധികൃതർ നൽകുന്ന സൂചനകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശക്തമായ ഡിമാൻഡും US പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുടിയേറ്റ വിസകളുടെ നമ്പർ ഉപയോഗവുമാണ് ഈ തിരിച്ചടിക്ക് കാരണം. അതുകൊണ്ടാണ് US സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 2026 സെപ്റ്റംബർ 30 മുൻപ് ഈ വിഭാഗത്തിന് വിസ നൽകുന്നത് നിർത്താൻ കാരണമായത് എന്ന് US ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ചൈനയ്ക്ക് ഈ വിഭാഗത്തിൽ ഒരു മാസത്തെ മുന്നേറ്റം ലഭിച്ച് മുൻഗണനാ തീയതി 2023 ജൂലൈ 1 എത്തിയപ്പോഴാണ് ഇന്ത്യക്കാർക്ക് മുൻഗണനാ തീയതി മാറാതെ നിൽക്കുന്നതും വിസ ലഭ്യത കുറവിന് സാധ്യതയുള്ളതും. അടുത്തത് EB-2 കാറ്റഗറിയാണ്. IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന EB-2 കാറ്റഗറിയിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാണെന്ന് തന്നെ പറയാം. 2026 സാമ്പത്തിക വർഷത്തിന്റെ ശേഷിക്കുന്ന സമയത്തേക്ക് ഇന്ത്യക്കാർക്ക് EB-2 കാറ്റഗറി അൺഅവൈലബിൾ അഥവാ പൂർണ്ണമായും ലഭ്യമല്ലാത്ത അവസ്ഥയിലാണ്. അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തെ ഇന്ത്യക്കുള്ള EB-2 വിസ കോട്ട പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു. ഇനി പുതിയ വിസ അനുവദിക്കണമെങ്കിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന 2026 ഒക്ടോബർ 1 വരെ കാത്തിരിക്കേണ്ടി വരും. ചൈനയ്ക്ക് നിലവിൽ EB-2 മുൻഗണനാ തീയതി 2021 സെപ്റ്റംബർ 1 തന്നെയാണ്. അടുത്തത് EB-3 കാറ്റഗറിയാണ്. ഈ EB-3 കാറ്റഗറിയിൽ സ്കിൽഡ് വർക്കേഴ്സ് ആണ് കൂടുതൽ ഉള്ളത്. സ്കിൽഡ് വർക്കേഴ്സിനുള്ള ഈ വിഭാഗത്തിലും ഇന്ത്യക്കാർക്ക് മുന്നേറ്റമൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ മുൻഗണനാ തീയതി 2014 ജനുവരി 1 തന്നെ തുടരുന്നു. അതായത് 12 വർഷത്തിലേറെ മുൻപ് അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അതേസമയം ആഗോളതലത്തിൽ അപേക്ഷിക്കുന്നവർക്ക് ഒരു മാസത്തെ മുന്നേറ്റത്തോടെ 2024 സെപ്റ്റംബർ 1 തീയതി എത്തിയിട്ടുണ്ട്. അടുത്തതായി US രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിസ കാറ്റഗറിയാണ് EB-5 ഇൻവെസ്റ്റർ വിസ. ഇവിടെ രണ്ട് വേറെ വഴികളാണ് ഉള്ളത്, അൺറിസർവ്ഡ് കാറ്റഗറിയും റിസർവ്ഡ് കാറ്റഗറിയും. ആദ്യം തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കാര്യം നോക്കാം. സാധാരണ രീതിയിലുള്ള EB-5 വിസകളിൽ ഇന്ത്യക്കാർക്കുള്ള കോട്ട ഈ സാമ്പത്തിക വർഷത്തേക്ക് പൂർണ്ണമായും തീർന്നതിനാൽ ഇത് അൺഅവൈലബിൾ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി റിസർവ്ഡ് കാറ്റഗറി എടുത്താൽ 2022 എക്സ്പാൻഷൻ നിയമപ്രകാരം ഗ്രാമീണ മേഖലകൾ, ഉയർന്ന തൊഴിലില്ലായ്മയുള്ള പ്രദേശങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നവർക്കുള്ള വിസകൾ ഇപ്പോഴും കറന്റായി തന്നെ തുടരുന്നു. അതായത് ഇത്തരം പ്രത്യേക മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇപ്പോഴും തടസ്സമില്ലാതെ പെർമനന്റ് റെസിഡൻസിക്കായി അപേക്ഷിക്കാനും അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് വഴി വർക്ക് പെർമിറ്റ് വേഗത്തിൽ നേടാനും സാധിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് മാത്രം ഇത്ര വലിയ കാത്തിരിപ്പ് നേരിടേണ്ടി വരുന്നത് എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഒരു രാജ്യത്തിന് ഓരോ വർഷവും ആകെ നൽകുന്ന തൊഴിലധിഷ്ഠിത വിസയുടെ 7% കൂടുതൽ നൽകാൻ സാധിക്കില്ല. അതായത് പെർ കൺട്രി ലിമിറ്റ് വെച്ചാണ്.
ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന യോഗ്യതയുള്ള അപേക്ഷകരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. എന്നാൽ വിസ ക്വോട്ട വളരെ പരിമിതവും. കൂടാതെ കോവിഡിന് ശേഷമുള്ള അപേക്ഷകരുടെ വർധനവും അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ വേഗത്തിലാക്കിയതുമെല്ലാം കാരണം ലഭ്യമായ വിസ നമ്പറുകൾ അതിവേഗം തീർന്നു പോകുന്നതാണ് ഓഗസ്റ്റ് വിസ ബുള്ളറ്റിനിലെ ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് കാരണം. പുതിയ വിസ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് USCIS ഈ മാസം ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. 2026 ഓഗസ്റ്റ് വിസ ബുള്ളറ്റിൻ ഇന്ത്യൻ IT വിദഗ്ധർക്കും പ്രൊഫഷണലുകൾക്കും നിരാശ മാത്രമാണ് നൽകുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30 വരെ പുതിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഒക്ടോബർ 1 പുതിയ US സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ കൂടുതൽ വിസ നമ്പറുകൾ ലഭ്യമാവുകയും നിർത്തിവച്ചിരിക്കുന്ന EB2, EB1 വിസ വിതരണം പുനരാരംഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ബാക്ക്ലോഗുകൾ കഠിനമായി തുടരുന്നതിനാൽ ദീർഘകാല പ്ലാനിങ്ങും മറ്റ് വിസ ഓപ്ഷനുകളും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്.